ഓം ഗുരവേ നമഃ. പ്രിയമുള്ളവരെ, ഗുരു ഫിലോസഫി പഠനം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമ്മുടെ 19ാമത്തെ വീഡിയോ ആണ്. 17, 18 എന്ന വീഡിയോകളിലായി നമ്മൾ 5 സൂത്രങ്ങൾ പ്രതിപാദിച്ചു. ഒന്ന്, അഹം ഇദം ബ്രഹ്മ ഏവ, ഈ ജഗത്ത് ബ്രഹ്മമാണ്. അഹം ബ്രഹ്മ ഏവ, ജീവനും ബ്രഹ്മമാണ്. അസ്യജ, അപ്രകാരം തന്നെ പ്രപഞ്ചവും ബ്രഹ്മമാണ്. നാലാമത്തതായി അന്ന് പറഞ്ഞത് തേനേദം പ്രജ്വലിതം എന്നാണ്. അതിനു മുമ്പ് പറയേണ്ടിയിരുന്ന ഒരു സൂത്രമുണ്ടായിരുന്നു, പിന്നെ തജ്ജ്യോതി. അത് തേനേദം പ്രജ്വലിത രണ്ടും കൂടെയാണ് 18ാമത്തെ വീഡിയോയിൽ വിശദീകരിച്ചത്. ഇത് 19ാമത്തെ വീഡിയോ ആണ്. 18ാമത്തെയൊക്കെ 17ഉം 18ഉം വീഡിയോയിൽ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല. 19ാമത്തെ സൂത്രം അല്ലെങ്കിൽ വീഡിയോയിൽ പറയുന്ന സൂത്രം 19ാമത്തേതെന്നല്ല, വീഡിയോയിൽ പറയുന്ന സൂത്രം, അത് ഇതി ബ്രഹ്മൈവ എന്നാണ്. ഇതി ബ്രഹ്മൈവ. നേരത്തെ നമ്മൾ ഇദം ബ്രഹ്മയേവ എന്ന് പറഞ്ഞിരുന്നു. ഇദം ബ്രഹ്മയേവ, ജഗത്ത് ബ്രഹ്മം തന്നെയാണ്. ഇത് ഇതി ബ്രഹ്മയേവ എന്നാണ്. തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ ഞാൻ എടുത്തു പറയുന്നേ. ഇതി എന്നത് വാക്കിൻ്റെ, ഈ സൂത്രത്തിൽ പറയുന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാ പ്രപഞ്ച അനുഭവങ്ങളും യുക്തിയുക്തം വിചാരം ചെയ്ത് ഉറപ്പിച്ചാൽ എന്നാണ്. പ്രപഞ്ച അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നതാണെന്ന് നമുക്കറിയാം. എല്ലാ വസ്തുക്കളെയും കാണുമ്പോൾ, ജഗത്തിലെയും പ്രപഞ്ചത്തിലെയും എല്ലാത്തിലെയും വസ്തുക്കൾ കാണുമ്പോൾ നമുക്ക് ഓരോരോ അനുഭവങ്ങളുണ്ടാകും. ആ അനുഭവമാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ച അനുഭവം അല്ലെങ്കിൽ ജഗത്ത് അനുഭവം എന്നൊക്കെ നിലയ്ക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ആ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമുക്കാണ്, ജീവാത്മാവിനാണ് അല്ലെങ്കിൽ ജീവനാണ്. ആ അനുഭവങ്ങളൊക്കെ എന്താണ് എന്നാണ് ഗുരു പരിശോധിച്ച് പറയുന്നത്. ഇതുവരെ പറഞ്ഞത് ജഗത്ത് ബ്രഹ്മമാണ്, ജീവൻ ബ്രഹ്മമാണ്, പ്രപഞ്ചം ബ്രഹ്മമാണ്, ഈ ബ്രഹ്മം ജ്യോതിസ്വരൂപമാണ്, ഈ ബ്രഹ്മത്താൽ സ്വയം പ്രകാശിക്കുകയും ഉണ്മ അനുഭവിച്ച് സ്വയം വിളങ്ങുകയും മറ്റെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നതാണ്. ബ്രഹ്മത്തിൻ്റെ പ്രകാശമില്ലെങ്കിൽ എല്ലാം അന്ധകാരമായിരിക്കും, മറ്റ് യാതൊന്നും പ്രകാശിക്കുകയില്ല എന്നത്രയുമാണ് ഞങ്ങൾ ചുരുക്കി പറഞ്ഞതിൻ്റെ ചുരുക്കം പൊരുൾ. ഇവിടെ പറയുന്നു ഇതി ബ്രഹ്മ ഏവ. അപ്പോൾ ആ പറഞ്ഞതിലൊക്കെ ഖര ജഡപദാർത്ഥങ്ങളെ സംബന്ധിച്ചിട്ടാണ് പറഞ്ഞത്. അതെല്ലാം ബ്രഹ്മമാണ് എന്ന് പറഞ്ഞു. അത് നമ്മുടെ ശരീരവും അതിലുൾപ്പെടും, ബ്രഹ്മമാണ്. ഇനി ഇവിടെ നമുക്കുണ്ടാകുന്ന ഈ ഖരവസ്തുക്കളിൽ അല്ലെങ്കിൽ ജഡവസ്തുക്കൾ കാണുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ആ അനുഭവമാണല്ലോ നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആയി മാറുന്നത്. അതെങ്ങനെയെന്നൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ആ അനുഭവങ്ങൾ എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ അനുഭവങ്ങളൊക്കെ പ്രപഞ്ചാനുഭവവും ജഗത്തിൻ്റെ അനുഭവവും ഉൾപ്പെടെ സകലതിനെയും യുക്തിയുക്തം വിചാരം ചെയ്ത് പരിശോധിച്ചാൽ ആർക്കാണിത് ഉണ്ടാകുന്നത്, ആ ഉണ്ടാകുന്നത് കൊണ്ടുള്ള പിന്നെ നമുക്കുണ്ടാകുന്ന സ്വാധീനങ്ങൾ എന്തൊക്കെയാണ്, ഇത് നിലനിൽക്കുന്നതാണോ, അത് നശിച്ചു പോകും, ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിച്ച് അതിനെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇതി ബ്രഹ്മയേവ, ഇതും ബ്രഹ്മം തന്നെയാണ്. ഇതി ബ്രഹ്മമേവ, എല്ലാ അനുഭവങ്ങളും പ്രപഞ്ചാനുഭവങ്ങളും ബ്രഹ്മം തന്നെ. അപ്പോൾ നമുക്ക് കാറ്റ് വന്ന് നമ്മുടെ മേത്ത് മുട്ടിയാലുണ്ടാകുന്ന സ്പർശം, മണം കേട്ടാലുണ്ടാകുന്നത്, നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങൾ, ഇതെല്ലാം നമുക്കുണ്ടാകുന്ന ഈ അനുഭവങ്ങളും ബ്രഹ്മം തന്നെയാണ്. അതാണ് ഇതി ബ്രഹ്മയേവ. മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇനി അടുത്ത സൂത്രം അഹം തത്. അഹം തത്, ഇത് അഹം എന്നത് ഇവിടെ ചെറിയൊരു കൂട്ടിച്ചേർക്കൽ കൂടെയുണ്ട്. ജീവാത്മാവ് എന്നാണ് ഇവിടെ അർത്ഥം. നേരത്തെ അഹത്തിന് നമ്മൾ ജീവൻ എന്നാണ് പറഞ്ഞത്, പിന്നെ ഞാനെന്നും പറയാം. ഇവിടെ ജീവാത്മാവ് എന്നാണ് പറയുന്നത്.
അപ്പോൾ നമ്മുടെ ഉള്ളിൽ ജീവാത്മാവുണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്നറിയില്ല. ഏതായാലും ഈ പരമ്പര ഈ ഗുരു ഫിലോസഫി പഠനത്തിൻ്റെ ഈ വീഡിയോകൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇപ്പോൾ തോന്നിയാലും അപ്പോൾ മാറും, പിന്നീടും മാറുന്നില്ലെങ്കിൽ ചോദിച്ചാൽ മതി. ജീവാത്മാവും ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല എന്ന് നമുക്കറിയാമല്ലോ. നമ്മളും ബ്രഹ്മത്തിൻ്റെ ഭാഗം തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്. ജീവാത്മാവും ബ്രഹ്മം തന്നെ. അപ്പോൾ ഈ അഹം തത്, ഞാൻ അതാണ്, ജീവാത്മാവും അതാണ് എന്ന് പറയുമ്പോൾ അത് ജീവാത്മാ പരമാത്മാ ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ഐക്യമുണ്ട്. ആ ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ ഈ ജഡപദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട് ആണ് ഉണ്ടാകുന്നത്. അത് ജഡപദാർത്ഥങ്ങളെ സംബന്ധിച്ചെല്ലാം ബ്രഹ്മമാണ്. ആ ബ്രഹ്മവും നമ്മുടെ ജീവാത്മാവും ഒക്കെ ഐക്യത്തിൽ തന്നെയാണ് എന്നാണ് ഈ സൂത്രം വ്യക്തമാക്കുന്നത്. അടുത്ത സൂത്രം അഹം അസ്മി എന്നാണ്. അഹം അസ്മി, അവിടെ അത് അഹം എന്നത് വീണ്ടും ജീവാത്മാവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അസ്മി ആകുന്നു, അതൊരു ഐക്യവാചകമാണ്. അഹം അസ്മി, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇത് അഹം അസ്മി എന്ന് മാത്രമേ ഉള്ളൂ. അഹം അസ്മി എന്നത് നാം ജീവാത്മാവ്, ബ്രഹ്മത്തിൻ്റെ ഭാഗമായ ഭാവമായ ജീവാത്മാവും അഹം അത് തന്നെയാകുന്നു. എന്തു തന്നെയാകുന്നു? ഈ ജഡവസ്തുക്കളുമായി തന്നെയാകുന്നു, അല്ലെങ്കിൽ ജഡവസ്തുക്കളുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ ഈ ജീവാത്മായും ജഗത്തും തമ്മിൽ ഐക്യമുണ്ട്. ജീവാത്മാവും ജഗത്തും തമ്മിലും ഐക്യമുണ്ട്. അതിങ്ങനെ ജീവാത്മാവുമായി വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല. ഇവ തമ്മിൽ ഐക്യമുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ, അവ ഒന്നാണെന്ന് പറഞ്ഞിട്ടില്ല. ഇവ തമ്മിൽ ഐക്യമുണ്ട്. അതാണ് അഹമസ്മി എന്ന സൂത്രത്തിലൂടെ ഗുരു വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ 3 സൂത്രത്തോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ കൂടുതൽ ദീർഘിപ്പിക്കേണ്ട, അത് യൂട്യൂബിലേക്ക് ഇടുമ്പോഴുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളിതെല്ലാം സശ്രദ്ധം വായിക്കണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. സംശയം ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിചാരം. സംശയം ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് വെളിപ്പെടുക. എൻ്റെ വാക്കുകൾ ഈ 19ാമത്തെ വീഡിയോയും കേട്ടതിന് നിങ്ങൾക്കെല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ തമ്പി ചേലക്കാട്.